പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന് ഒരു സ്കൂട്ടറിന് പിഴ കൊടുത്തു പോലീസ്. അതെന്താണ് ഇത്ര വലിയ വാർത്തയെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇലക്ട്രിക് സ്കൂട്ടറിന് പുക പരിശോധിക്കാത്തതിന് പിഴ നൽകി. അയത്തിൽ സ്വദേശി ശൈലേഷിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിനാണ് പുക പരിശോധിക്കാത്തതിന് 250 രൂപ പിഴ വന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരം പോലീസാണ് പിഴ ചുമത്തിയത്. സംഭവം കോമഡിയായി. പോലീസുകാർക്ക് പറ്റിയ ഒരു അമിളിയാണ് നമ്മൾ പറയുന്നത്. ഈ അമിളി പോലീസുകാർക്ക് പറ്റിയാൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം കൂടെ പോലീസുകാർക്കുണ്ട്. പക്ഷേ തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പോലീസുകാർ പറയുകയാണെങ്കിൽ എന്താ ചെയ്യുക? എന്താ ഇവിടെ പോലീസുകാർക്ക് പറ്റിയ അമിളി എന്നല്ലേ? ഒന്നുമില്ല. ഇലക്ട്രിക് സ്കൂട്ടറിന് പുക പരിശോധിക്കാത്തതിന് പിഴ ഈടാക്കിയിരിക്കുന്നു. കൊല്ലം അയത്തിൽ സ്വദേശിക്കാണ് ഈ പിഴ ഈടാക്കിയിരിക്കുന്നത്. എന്റെ മുന്നിൽ കാണുന്ന ഈ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ സ്കൂട്ടറിനാണ് ഇപ്പൊ പുക പരിശോധിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ആ പിഴ വന്നിരിക്കുന്നു. നോക്കൂ, KL 22-6-73-51 എന്ന നമ്പറിൽ. ചേട്ടാ, ഇത് പോലീസുകാരോട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? പോലീസുകാരോട് ഞാൻ ഇതിന്റെ തലേദിവസമാണ് നമുക്ക് ഈ മെസ്സേജ് വന്നത്. അപ്പം പിറ്റേ ദിവസം ഞാൻ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിളിച്ചു. ഒരു നല്ലൊരു സമീപനമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ റൂറൽ SP ആ ഓഫീസിൽ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ ഓഫീസിൽ നിന്നല്ലേ ഇത് പോയത്, നമ്മളെ കുറ്റമല്ല. അതൊന്നും ഇവിടെ ഒന്നും അല്ല, നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെട്ടാലേ നമ്മളെ കയ്യിൽ നിന്ന് പോയി അവിടെ പോയി ബന്ധപ്പെട്ടാലേ ശരിയാവുള്ളൂ. പിന്നെ ഞാൻ അവിടുത്തെ നമ്പറിൽ വിളിച്ച് യാതൊരു റെസ്പോണ്ടും ഇല്ല. എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് പോയായിരുന്നോ? ഈ മംഗലം ഈ പരിസരത്തേ പോയിട്ടില്ല. കാരണം ഈ ഇലക്ട്രിക്കൽ വണ്ടി കിട്ടുന്ന വെച്ചാൽ 55 കിലോമീറ്റർ അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ വരണമെങ്കിൽ തന്നെ എത്ര ഇത് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഈ ബില്ല് അടയ്ക്കുക എന്താണ് ചെയ്യാനുള്ള ഉദ്ദേശം? പുക ഇല്ലാത്ത വണ്ടിക്ക് ഇതെങ്ങനെ അടയ്ക്കുന്നത്? സാധാരണ അല്ലാതെ വണ്ടിയാണെങ്കിൽ പിന്നെ വിഷയമില്ലെന്ന് വരികയും. പക്ഷെ ഇത് വേറെ ആക്റ്റീവ സ്കൂട്ടറിന്റെ സാധനം ഒന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന്റെ ഇത് സെർച്ച് ചെയ്തപ്പോൾ ആക്റ്റീവ സ്കൂട്ടറിന്റെ ആ നമ്പറിൽ തെറ്റി വന്നതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പോലീസുകാർക്കൊരു അമളി പറ്റി. കേരള പോലീസിന്റെ പിഴയാണ് വന്നിരുന്നത്. പിഴ ഒടുക്കാൻ പറ്റാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുമെന്നാണ് ഈ ആള് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്.